Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. ഒരുത്തന് കൊടുത്തിട്ടുണ്ട്, അവനത് ഇഷ്ടായി. നിനക്കിപ്പോ എന്താ വേണ്ടേ? 2 ദിവസത്തേക്കുള്ളത് മതി. അപ്പുവേട്ടൻ ഇറങ്ങിയോ അമ്മേ? ഇല്ല മോനെ, അവൻ എഴുന്നേറ്റിട്ടില്ല. മോൻ പോയിക്കോ. എന്നാലും അപ്പുവേട്ടൻ എന്ത് പറ്റി? അവന് ഇപ്പൊ ഇത് പതിവാ. ഒരാഴ്ച ഞാൻ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവാ. ശരിയാ, മോൻ പോയിക്കോ, ഞാൻ പറഞ്ഞോളാം. എന്നാ ഞാൻ പോവുക. കുറച്ചു ദിവസമായിട്ട് ഇവന് എന്ത് പറ്റി? അപ്പു, എടാ അപ്പു, എഴുന്നേക്കടാ. ഓ, ഇവന്റെ ഒരു ഉറക്കം. നിന്നെ സനു അന്വേഷിച്ചു വന്നിട്ട് പോയി. പിന്നെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എടാ, സ്കൂളിൽ പോണ്ടെന്ന് എഴുന്നേക്കാൻ അവിടുന്ന്. എന്താടി, അവൻ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നില്ലേ? നിങ്ങൾ വന്ന് ചോദിക്കേ. ഇല്ലാത്ത ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുക. ആ, ഞാനങ്ങോട്ട് വരട്ടെ.
3-3 ദിവസം ആയല്ലോ. എഴുന്നേറ്റ് സ്കൂളിൽ പോവാൻ നോക്കടാ. ഞാനൊന്ന് ഉറങ്ങട്ടെ അച്ഛാ. നീ ഇതുവരെ ഉറങ്ങുന്നില്ലായിരുന്നു. എഴുന്നേൽക്കടാ. ഒന്നും സമ്മതിക്കൂല. അവന്റെ ഒരു ഉറക്കം. മര്യാദയ്ക്ക് സ്കൂളിൽ പോവാൻ നോക്ക്. അച്ഛൻ പോയിക്കോ, ഞാൻ കുറച്ചിട്ട് പോയിക്കോളാം. എത്ര മണിക്ക്? 11 മണിക്കോ? ഉറങ്ങാനും സമ്മതിക്കൂല. പത്താം ക്ലാസ് വരെ എത്ര നന്നായി പഠിച്ച മോനാ. എന്താടി ഇങ്ങനെ? രാത്രി ഉറക്കമില്ലാതെ മൊബൈലിൽ കളിക്കുക. നിന്റെ ആങ്ങളെ മൊബൈൽ വാങ്ങിക്കൊടുത്ത് അന്ന് തുടങ്ങിയതാ അവനിങ്ങനെ മടി. ആ, നീ ചായ എടുക്ക്. സനു, എന്താ സനു ഇവിടെ ഇരിക്കുന്നേ? നിന്റെ അപ്പുവേട്ടൻ ഇന്നും വന്നില്ലേ? ശോഭേച്ചി, അപ്പുവേട്ടൻ സ്കൂളിൽ വന്നിട്ട് കുറെ ദിവസം ആയില്ലേ? നിന്നോട് പിണങ്ങിയോ അപ്പുവേട്ടൻ? അതിന് ഞാൻ അപ്പുവേട്ടന് ഒന്നും ചെയ്തില്ലല്ലോ. എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ആളാ അപ്പുവേട്ടൻ. സാരല്ലടാ, സ്കൂള് വിട്ടിട്ട് കുറെ നേരമായില്ലേ. നീ വാ, ഞാൻ ഓർഫനേജിൽ കൊണ്ടാക്കാം. വേണ്ട ശോഭേച്ചി, ഓട്ടോ വരും. എന്നാ ഞാൻ പോവാ. അല്ല മദർ, സനു എങ്ങനെ ഓർഫനേജിൽ എത്തിപ്പെട്ടത്? ക്യാൻസർ രോഗം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോ സനുവിന്റെ അമ്മ അവനെ എന്നെ ഏൽപ്പിച്ചു പോയതാണ്. പക്ഷേ ആ പോക്ക് അവസാനത്തേതായിരുന്നു. പാവം കുട്ടി. നീ എന്താ സനു ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഓട്ടോ വന്നില്ലേ? ഇല്ല സാർ. നിനക്കെന്താടോ ഒരു വിഷമം? വണ്ടി വരാത്തോണ്ടാണോ? സാറേ, അപ്പുവേട്ടനെ കണ്ടിട്ട് ഒരാഴ്ചയായി. എന്താന്നറിയില്ല. അവനെ ഞാനും കണ്ടിട്ടില്ല. ചിലപ്പോ വല്ല അസുഖം മറ്റോ ആയിരിക്കും. എന്റെ കൂടെ എപ്പോഴും അപ്പുവേട്ടൻ ഉണ്ടാകും. കുറച്ചു സമയം പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നാളെയും കൂടെ നോക്കാം അപ്പു വരുമോ എന്ന്. ഇന്ന് ചിലപ്പോ ഓട്ടോ വരില്ല. സമയം കുറയായി. നമുക്ക് പോകാം, വാ. നോക്കിയടാ, അത് എപ്പോഴും നമ്മൾ കാണുന്നതല്ലേ. നോക്കടാ, അവന്റെ ഒരു പഠിത്തം കണ്ടോ? മെല്ലെ പറ, അവന് ദേഷ്യം പിടിക്കും. അവൻ പോയി. നീ ഞങ്ങളുടെ കൂടെയാണോ വരുന്നേ? അത് അപ്പുവേട്ടൻ്റെ കൂടെയോ? ഞങ്ങള് പോവാ. അവന്റെ ഒരു അപ്പുവേട്ടൻ. നീ നടക്കടാ. ഇന്നും കൂടി വന്നില്ലെങ്കിൽ ഇനി അപ്പുവേട്ടൻ എന്റെ കൂടെ വരണ്ട. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താ മോനെ ഒറ്റക്ക്? എത്തിങ്ങാനുള്ള കുട്ടിയല്ലേ, ജാരെ കാത്തു നിൽക്കുക? അപ്പുവേട്ടനെ. ഓ, ആ രാജന്റെ മോന്. ആ ചെക്കനെ ഇനി കാത്തു നിൽക്കുന്നു. അനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താ കാക്ക, അപ്പുവേട്ടൻ എന്താ? എടാ, ഓനാള് മോശ. ഓന്റെ കൂടെ നടന്ന് ഈയും കൂടെ നശിച്ചു പോവും. കാക്ക, നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട. അപ്പുവേട്ടൻ നല്ല ആളാ. ഓ, അങ്ങനെയെങ്കി അങ്ങനെ. നമ്മളൊന്നും പറഞ്ഞില്ലേ? ഈറ്റിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാ അപ്പുവേട്ടനെ പറ്റി പറയുന്നേ? ഇന്ന് എന്തായാലും അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പുവേട്ടാ. ഓ, സനുവോ? ഇരിക്കടാ. വേണ്ട, സോപ്പിംഗ് ഒന്നും വേണ്ട. എന്താ അപ്പുവേട്ടാ ഇത്? എന്താ സ്കൂളിലേക്ക് വരാത്തെ? ഞാൻ എത്ര പ്രാവശ്യം തെരഞ്ഞു നടന്നു എന്നറിയോ? ഇവിടെ എനിക്കിപ്പോ ആരും കൂട്ടില്ല.
ആ അത് സാരല്ല, നാളെ മുതൽ ഞാനും ഉണ്ടാവും. ഉറപ്പാണോ? ഞാനും ഒന്ന് ലീവാക്കുക, പോണില്ല സ്കൂളില്. എനിക്ക് വേണ്ടി നീ ലീവാക്കൊന്നും വേണ്ട, നീ പോയിക്കോ. അപ്പോട്ടാ എപ്പോഴും എന്റെ കൂടെ നടന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? എനിക്ക് ആരാ ഉള്ളത്? മിണ്ടാനും ഉപദേശിക്കാനും അപ്പോട്ടനല്ലാണ്ട് എനിക്ക് ആരുമില്ല. എപ്പോഴും എനിക്ക് നിന്റെ കൂടെ നടക്കാൻ പറ്റുമോ? നീ ഇപ്പൊ പോയിക്കോ, ഞാൻ നാളെ വരാം. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്റെ ഒരു ഏട്ടനായിട്ടാ ഞാൻ അപ്പോട്ടനെ കാണുന്നത്. എനിക്ക് അച്ഛനും അമ്മയും ആരും ഇല്ലാന്നറിയില്ലേ അപ്പുവേട്ടന്? എന്നോട് നിനക്ക് അത്രക്ക് ഇഷ്ടമാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? എന്താ അപ്പുവേട്ടാ? ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി ശോഭയല്ലേ? അവക്കൊരു സാധനം നീ കൊണ്ടു കൊടുക്കണം. എന്ത് സാധനം? പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ഒരു സാധന. നീ എന്താണതെന്ന് അറിയണ്ട, എന്നാൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, അവളുടെ ബാഗിൽ ആരും കാണാതെ നീ ഇത് വെക്കണം. വല്ല പ്രശ്നമാവോ അപ്പുവേട്ടാ? പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനല്ലേ, പിന്നെന്തിനാ ബാഗിൽ വെക്കുന്നേ? നേരിട്ട് കൊടുത്താ പോരെ? അവളെ നമുക്കൊന്ന് പറ്റിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞിട്ടാ അത് ചെയ്തെന്ന് ആരും അറിയരുത്. അപ്പോ ഇതെന്തോ കുഴപ്പമുള്ള കാര്യമാണല്ലോ. സനുവിന് എന്നോട് ഇഷ്ടണ്ടേ മതി, അല്ലേ വേണ്ട. എന്നാ ഞാൻ ചെയ്യാം. സാധനം താ. ഇത് തുറന്നു നോക്കണ്ട, അപ്പൂട്ടൻ പറഞ്ഞ പോലെ നീ ചെയ്യണം. എന്നാ ഞാൻ പോട്ടെ അപ്പോട്ടാ. ആ മൊയിലേരോ? ആ അല്ല രാജ, ഇനി അങ്ങോട്ടാ? വീട്ടിലേക്കാ. ഒന്നും പറയണ്ട എന്റെ രാജ, നമ്മളെ നസീമയ്ക്ക് സുഖമില്ല. ഓക്കാണ് ഊരവേദനയോ ഊരവേദന. ഒരു ഗുളിക വാങ്ങാൻ പോവാ. ഡോക്ടറെ കാണിച്ചില്ലേ? ഓ, ഡോക്ടറെ കാട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഓക്കാണ് ദിവസം അസുഖ. ഇനിയിപ്പോ നമ്മളെ മക്കാറാക്കുന്നതാണെന്നാ നമ്മളൊരു സംശയം. ചെറിയ പ്രായല്ലേ? ആ അല്ലടോ, എൻ്റെ മോനും കുറെ കുണ്ടന്മാരും കൂടെ ആടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടിക്ക്. ആ റോഡ് സൈഡിൽ നിന്ന് എന്നെ കണ്ടതും ഒരൊറ്റ വിടല. ആര്? അപ്പോ? ആ, അനക്കൊരു മോനല്ലേ ഉള്ളൂ? അതെ. എന്നാ ഓൻ തന്നെ. രാജാ, ഒന്ന് ശ്രദ്ധിച്ചോണ്ടി എന്റെ മോനെ. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. പിന്നെന്താ, നിന്റെ കണ്ണെന്താ പൊട്ടക്കണ്ണ? ഇതൊന്ന് ചോദിച്ചു നോക്കൂ എൻ്റെ അടുത്ത്. അതിനൊക്കെ നമ്മളെ രണ്ടാമത്തെ ബീവിയുടെ മോൻ റഷീദ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണ്ടോ അവൻ്റെ കാര്യം? ഒക്കെ അവൻ സ്വന്തം അങ്ങോട്ട് നോക്കിക്കോളും. മൊയിലേരെ, ഞാൻ പോട്ടെ. ആ ആ, അപ്പു എവിടെയാടി? എന്താ രാജേട്ടാ? അവനകത്തുണ്ടോ? അവനവിടെ കിടപ്പുണ്ട്. നീ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയോ? ഞാനോ? അച്ഛനോടാരാ പറഞ്ഞേ? നീ ചോദിച്ചതിന്റെ മറുപടി പറയും. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ച് എന്നോട് ചോദിക്കാൻ വരില്ലേ? നീ ആ മൊബൈൽ ഓഫാക്ക്. ഓ, ഇനിയിപ്പോ മൊബൈൽ ഓഫ് ആകാനിട്ടാ? എന്താ രാജേട്ടാ? എന്റെ പുന്നാരമോൻ സിഗരറ്റ് വലിയും തുടങ്ങി. മൊയിലേര് പറഞ്ഞു. ആ ഭ്രാന്ത മൊയിലാര് പറയണേം കേട്ട് വന്ന് ചോദിച്ചോളൂ എന്നോട് ഓരോന്ന്. നിക്കടാ അവിടെ, നീ എങ്ങോട്ടാ പോകുന്നേ? അതൊന്നും അവൻ ചെയ്യില്ലെന്നേ. മൊയിലാർക്ക് ആള് മാറിയതായിരിക്കും. ആ, നമുക്കങ്ങനെ വിശ്വസിക്കാം. തലവേദനയാന്നും പറഞ്ഞ സ്കൂളിൽ പോകാതിരിക്കുന്നത്. നാളെ എന്തായാലും പറഞ്ഞു വിടണം. ദേഷ്യപ്പെട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി
അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഞാൻ ചായ എടുക്കാം. എന്താ സനു, ഇന്ന് ഓട്ടോയിൽ പോയില്ലേ? ഇന്ന് ഓട്ടോ വന്നില്ല. പിന്നെ ഒരു സംശയം, പഠിക്കണ കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാനുള്ള മരുന്നുണ്ടായിരിക്കുവോ? ഉണ്ടാകും. അതെന്തേ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? ഏയ്, വെറുതെ ചോദിച്ചതാ. സനു, എന്നാ വാ, നമുക്ക് ഇന്ന് നടന്നു പോകാം. സനു, ഇവിടെ ഒരു വലിയ മാവുണ്ട്. നല്ല പഴുത്ത മാമ്പഴം വീണിട്ടുണ്ടാകും. ഞാനൊന്ന് നോക്കട്ടെ, നീ ഈ ബാഗ് ഒന്ന് പിടിക്ക്. വേഗം വരണേ ചേച്ചി. അപ്പോട്ട് നിന്ന് പൊതി വെച്ചാലോ? സനുവേ, ഒരു മാങ്ങയെ കിട്ടിയുള്ളൂ. നിനക്ക് മാങ്ങ വേണോ? ഉറപ്പാവോ? ജാഫർ, നമുക്ക് വേണ്ടത് കുട്ടികളാണ്. അവരാണ് നമ്മളുടെ സപ്ലയേഴ്സ്. അങ്ങനെ നമ്മുടെ ബിസിനസ് നാളേക്ക് നാൾ ഉയരങ്ങളിലെത്തും. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി, അതിൽ തുടങ്ങി എല്ലാ സ്കൂളുകളിലും നമ്മുടെ ആൾക്കാരുണ്ട്. ശരിയാ, തമ്പി പറഞ്ഞതുപോലെ ബിസിനസ് ചെയ്യണം. എല്ലാവരും ലഹരിക്കടിമയാവണം. ആ അപ്പുവോ, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൂന് എന്താ വേണ്ടത്? ഇന്ന് എന്റെ കയ്യിൽ കാശൊന്നുമില്ല. എനിക്കൊരു പുക തരുമോ? വെറുതെ തരാൻ ഇനി പറ്റില്ല. ജാഫർ, ഒരു പ്രാവശ്യം അവന് കൊടുക്കാം. അടുത്ത പ്രാവശ്യം എന്തായാലും കാശ് വാങ്ങണം. എന്തായാലും കാശ് കൊണ്ടുവരും. ഇപ്പൊ ഒരു പുക പ്ലീസ്. കാശും കൂടുതൽ കുട്ടികളെയും നിന്റെ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായി ഞാൻ കൊണ്ടുവരും. വരൂ. ഇത് സിഗരറ്റ് ആണല്ലോ. മൊയിലാര് പറഞ്ഞത് ശരിയാണല്ലോ. എടാ അപ്പു, എടാ ഇറങ്ങി വാ. എന്താടാ ബാത്റൂമിലിരുന്ന് പുക വലിക്കണോ? എന്താ അമ്മ വലിച്ചു കീറുന്നേ? ഇതെന്താടാ? ആ, എനിക്കറിയില്ല. ഇതെന്താന്ന് നിനക്കറിയില്ല? എനിക്കറിയില്ല. പിന്നെ ഇതെങ്ങനെയാ നിന്റെ പോക്കറ്റിൽ വന്നത്? അമ്മ ഒന്ന് പോകുന്നുണ്ടോ മുന്നേന്ന്? മോനെ അപ്പു, നീ തന്നെയാണോ ഈ പറയുന്നത്? ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ മോൻ ഇങ്ങനെ ആകാൻ. എന്താടി കരയുന്നേ? കണ്ടോ, കാത്തു കാത്തിരുന്ന നമുക്കുണ്ടായ മോൻ എന്നിട്ട് അവനെവിടെ? എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. റഷീദെ, ഒന്ന് നിന്നേ. എന്താ ശോഭേ, ഓടി വേർത്തല്ലോ. റഷീദെ,
എന്റെ ബാഗിൽ നിന്നൊരു പൊതി കിട്ടി. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ കണ്ടത്. പൊതിയോ? ഇതാ നോട്ടെ. വല്ലാത്തൊരു മണം. ഇതാരാ എന്റെ ബാഗിൽ വെച്ചെന്നറിയില്ല. മാഷിനെ ഒന്ന് കാണിച്ചാലോ? ഏയ് വേണ്ട, ഞാനൊന്ന് വിശദമായി നോക്കിയിട്ട് എന്താണെന്ന് പറയാം. ഇപ്പൊ എന്താന്ന് പറയാൻ കഴിയില്ലേ? ചിലപ്പോ ഉപ്പയ്ക്ക് ചിലപ്പോ അറിയായിരിക്കും. വല്ല മരുന്നോ മറ്റോ ആണെങ്കിൽ എന്തായാലും ഞാൻ നാളെ പറയാം. ഇതാരായിരിക്കും എന്റെ ബാഗിൽ വെച്ചത്? ഉപ്പ, എന്താടാ? ഒരു മരുന്ന് കിട്ടിക്കണേ. ഇതെന്താന്ന് നോക്കി നോക്കി. മരുന്നോ? നോക്കട്ടെ. ഇതാ പടച്ചോനെ, ഇത് കഞ്ചാവാ. നമുക്ക് അനക്കിത് എവിടുന്ന് കിട്ടി? ഉപ്പ, ഇത് കഞ്ചാവാണെന്ന് എങ്ങനെ മനസ്സിലായി? എടാ, ഇത് മണത്തപ്പം നമുക്ക് പിടി കിട്ടി. അല്ല, ആരക്കാരാ ഇത് തന്ന്? പറയടോ. എനിക്കിത് വീണ് കിട്ടിയതാ. എന്റെ ബദരീങ്ങളെ, പോലീസ് എന്നെ പൊക്കാത്തത് എന്റെ ഭാഗ്യം. പടച്ചോനെ വിചാരിച്ച് ഇമാരി സാധനങ്ങളൊന്നും ഇനി എവിടുന്ന് വാങ്ങിയേക്കരുത്. എന്റെ ഉമ്മച്ചി ഇത് അറിയണ്ട. അപ്പൊ ആരായിരിക്കും ശോഭേന്റെ ബാഗിൽ വെച്ചത്? എന്താടാ ആലോചിക്കുന്നത്? ഞാൻ രാജന്റെ മോനങ്ങാനും തന്നതാണോ നിനക്ക്? അല്ല, എനിക്ക് വീണ് കിട്ടിയതാ. സനു, ഇന്നലെ എന്റെ ബാഗിൽ നിന്നൊരു പൊതി കിട്ടി. ഞാനത് റഷീദിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. പൊതിയോ? റഷീദേ, ശോഭേ, ആ പൊതി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. പറഞ്ഞാ പ്രശ്നവും. എന്താ അത്? പറയേ. ഉപ്പാനെ കാണിച്ച് ഉപ്പ പറഞ്ഞത് കഞ്ചാവാണെന്ന്. കഞ്ചാവോ? എനിക്ക് വിശ്വാസം വന്നില്ല. തന്റെ ബാഗിൽ അതെങ്ങനെ വന്നേ? ഇത് മാഷിനോട് എന്തായാലും പറയണം. അത് വേണ്ട, നിന്നെ ഒരു സംശയിക്കും. അതെന്തിനാ എന്നെ സംശയിക്കുന്നേ? സ്കൂളിൽ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട. റഷീദേ, എന്നാലും. ശോഭേച്ചി, ഞാൻ പോവോ? ഇതിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട. ആരായിരിക്കും ഇതിന്റെ പിന്നിൽ? അതാണ് എന്റെ സംശയം. എന്താ സനു, ഇന്നും എന്തോ വിഷമത്തിലാണല്ലോ? സാറിനെ കാത്തു നിൽക്കുമായിരുന്നു. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ വഴക്കു പറയരുത്. എന്താ സനു? പേടിക്കണ്ട, പറയ്. സനു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്തത്. ഇതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയോ? അപ്പുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ സാറേ, അവരാരാന്ന് അന്വേഷിച്ച് നടക്കുക. പക്ഷേ അപ്പൂനത് എവിടുന്ന് കിട്ടി? അതറിയണമല്ലോ. ഓ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുക. സനു ഇപ്പം പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ മാഷേ. ശരി. മാഷെന്താ പെട്ടെന്ന് വിളിപ്പിച്ചേ? അപ്പൂന്റെ കാര്യം സംസാരിക്കാനാ. അവനിപ്പോ തീരെ സ്കൂളിൽ വരുന്നില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വിദ്യാർത്ഥികൾ എങ്ങനെ സ്കൂൾ വിട്ട് വരുന്നു, അവർ വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, ഇതൊന്നും അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ നിങ്ങളുടെ മകനിൽ കാണുന്നത്. മാഷെന്താ പറഞ്ഞു വരുന്നത്? അവൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. മാഷേ, എന്റെ മോൻ. സാരമില്ല, ഇപ്പോഴും ഉപദേശിക്കാൻ സമയം വൈകിട്ടില്ല. പക്ഷേ കൂടുതൽ വൈകിയാൽ. പക്ഷേ ഞാൻ പോവുക. അവനെ ഞാനൊന്ന് കാണട്ടെ. ദേഷ്യത്തോടൊന്നും പറയണ്ട, സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിയാണ്.
അവനെ നമ്മള് കൂടുതൽ ലാളിച്ചത് തെറ്റായി പോയോ? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നമ്മുടെ അപ്പുമോൻ പോയടി, ഇനി എന്തിനാ നമ്മള്? അവനിപ്പോ പുറത്തേക്ക് മറ്റേ പോയതാ. നിങ്ങൾ എന്തെന്നായി പറയുന്നേ? എടി, നമ്മുടെ മോൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മാഷി വിളിച്ചു പറഞ്ഞു. അതായിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്നത്. അവന് വേണ്ടി ഇത്രയും ജീവിച്ചത് വെറുതെ ആയല്ലോ രാജേട്ടാ. നമ്മളിനി എങ്ങനെയാ അവനെങ്ങനെയാ ഇതിൽ പെട്ടത്? എനിക്കൊന്നും അറിയില്ല. നമ്മളിനി ഏത് ഡോക്ടറെ അവനെ കാണിക്കാം? അപ്പുവേട്ടാ, നിക്കപ്പുവേട്ടാ. അയ്യോ, അപ്പുവേട്ടന് എന്താ പറ്റിയേ? ഇനി എന്നെ വിളിക്കണ്ട, എനിക്ക് കാണണ്ട. ആര് കാണണ്ട, ആര് കാണണ്ട. ഓടാവിടുന്ന്. എന്താടാ പോകുന്നില്ല അവന്റെ കൂടെ? കഞ്ചാവടിച്ച് പിരാന്തായി നടക്കുന്ന കണ്ടില്ലേ ഒരുത്തൻ? എന്നിട്ടും അനക്ക് മനസ്സിലായിക്കില്ല അല്ലേ? മിഴിച്ചു നോക്കി നിൽക്കാതെ വീട്ടിൽ പോടാ. വാഹയന്മാര്. സനു, എന്താ സനു? അപ്പുവേട്ടൻ എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ല. എന്തൊക്കെയോ ഒരു മാറ്റം. അതെന്താ അങ്ങനെ? മദറെ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അത് ജോർജ് മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് തെറ്റാ ചെയ്തത്? സനു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ ചെയ്തത്. അതൊക്കെ മോശമായ സ്വഭാവമല്ലേ മദറെ? അത് കുട്ടികൾ അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ തന്നെ ഈ ഓർഫനേജിന് തന്നെ അതൊരു മോശമായ കാര്യമല്ലേ? അപ്പുവേട്ടൻ പറഞ്ഞപ്പോഴാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. കൊച്ചു കുട്ടികളെ വഴി തെറ്റിക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കും. ഞാൻ അത്ര സ്നേഹിച്ചു പോയി അപ്പുവേട്ടനെ. ആരാ എനിക്കുള്ളത്? ഇപ്പൊ എന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പുവേട്ടൻ. സാരമില്ല മോനെ, ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു കൂട്ട് വേണ്ട. നീ നല്ലോണം പഠിക്കാൻ നോക്ക്. അങ്ങനെ എന്ത് സാധനം കിട്ടിയാലും മാഷുമാരെയോ എന്നെയോ കൊണ്ടുവന്ന് കാണിക്കേ. എന്താണെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഇനിയിപ്പൊ ആരെയാ ഞാൻ കൂട്ടുകാരായി കാണുക? ആകെ ഓർമ്മ വരുന്നത് അമ്മയുടെ മുഖം മാത്രം. അല്ല മോനെ, ഞാനും മാഷുമാരും ഒക്കെ നിന്റെ കൂടെ ഉണ്ടാവും. എന്നാ മദർ പോയിക്കോട്ടെ.
മോനെ, നിന്റെ ഈ കിടപ്പ് കാണാനാണല്ലോ ദൈവം ഞങ്ങളെ ഇപ്പോഴും ജീവിപ്പിക്കുന്നത്. ഇരിക്കൂ. എന്റെ മോൻ ജോർജ് മാഷ് വിളിച്ചിരുന്നു. എന്തായാലും ഇത്ര ലേറ്റ് ആയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ടെസ്റ്റിന് വിധേയമാക്കാം. എന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ കാരണം. സാർ, എന്റെ മോനെ പഴയ സ്ഥിതിയിലാക്കി തരണം. എൻ്റെ സുഹൃത്തായ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുണ്ട്. അദ്ദേഹവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാം. സാർ, എന്തായാലും ഞങ്ങളുടെ മകനെ രക്ഷിക്കണം. അവനില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? വിഷമിക്കണ്ട, ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ഡോക്ടർ, അപ്പുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും? വിദ്യാർത്ഥികളുടെ ലഹരിയിലേക്കുള്ള പോക്ക് കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചവിട്ടുപടി തന്നെയാണ് കഞ്ചാവ്. ഇത് കുട്ടികൾക്ക് കിട്ടാനുള്ള വഴികളാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇന്ന് എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ അവരുടെ വിരൽത്തുമ്പിലാണ്. പക്ഷേ മിക്കവരും അനാവശ്യ സൈറ്റുകൾ മാത്രമേ നോക്കൂ. വിചിത്രം തന്നെ. കുട്ടികളുടെ ഫാസ്റ്റ് ചിന്താഗതികളാണ് അവരെ അപകടപ്പെടുത്തുന്നത്. ഒരു കവിൾ കഞ്ചാവ് പുകയില ടാറിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും അളവ് ഒരു കവിൾ ഫിൽറ്റർ സിഗരറ്റ് പുകയേക്കാൾ 5 മടങ്ങാണ്. ക്യാൻസർ ബാധിക്കാൻ ഏറെ സാധ്യത കൂടുതലാണ്. അപ്പുവിൻ്റെ സ്ഥിതി ഏതെങ്കിലും തരത്തിൽ ശരിയാകുമോ ഡോക്ടർ? ആ കുട്ടി അമിതമായി കഞ്ചാവ് ഉപയോഗിച്ചതായി മനസ്സിലാവുന്നു. അമിത കോപം, ആദി, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ് എന്നീ കാരണങ്ങൾ. പിന്നെ മൊബൈൽ വഴിയുള്ള ചാറ്റിംഗ്. ഇതാണ് അവൻ്റെ അവസ്ഥ. അവൻ്റെ മാനസിക നില പറ്റ താറുമാറായിരിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ഒരു ലഹരിയിലേക്ക് മാറുന്നത് കുടുംബത്തിലെ സംസാരങ്ങളും ഒത്തൊരുമയും കുറയുമ്പോഴാണ്. അപ്പുവിൻ്റെ കാര്യം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ തോമസ് ഐസക്കിനെ ഒന്ന് കാണും. ഞാൻ ഒന്ന് വിളിച്ചു പറയാം. എന്നാൽ ശരി, കാണാം. വരൂ, ഇരിക്കൂ. താങ്ക്സ്.
എന്താണ്? ഡോക്ടർ വിളിച്ചിരുന്നില്ല സാർ? വിളിച്ചിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ഒരിക്കലും സ്വമേധയാ അതിൽ നിന്ന് പിന്തിരിയില്ല. നിങ്ങളെപ്പോലെ നല്ലവരായ അധ്യാപകർ ബോധവൽക്കരണത്തിലൂടെ അവരെ നല്ല വഴിയിലേക്ക് തിരികെ കൊണ്ടുവരണം. എല്ലാ സ്കൂളുകളിലും ബോധവൽക്കരണ സെമിനാറുകളും ഡോക്യുമെന്ററി പ്രദർശനങ്ങളും നിർബന്ധമായി നടത്തിവരണം. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കുട്ടികൾ വഴിതെറ്റുന്നതിൽ അച്ഛനമ്മമാരുടെ ശ്രദ്ധക്കുറവ് ഒരു മുഖ്യ കാരണമാണ്. ഫാമിലിയിലെ കമ്മ്യൂണിക്കേഷൻ കുറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം അധപ്പതിക്കുന്നതിന് പ്രധാന കാരണമാണ്. ഡ്രഗ്സിന് അടിപ്പെട്ടുപോയ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വൈദ്യശാസ്ത്രത്തിന് പ്രയാസമാണ്. ടെസ്റ്റിന്റെ റിസൾട്ട് കംപ്ലീറ്റ് നെഗറ്റീവാണ്. വളരെ പ്രയാസത്തോടെ ഞാൻ പറയട്ടെ, ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കാരണം ഒരു വിദ്യാർത്ഥിയുടെ രക്തസാക്ഷിയായി അല്ലേ സാർ? ഓക്കെ സാർ. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരനായ MLA തമ്പിയെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവിന് അഡിക്റ്റായ അപ്പു എന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അറസ്റ്റ്.